ശ്രീകൃഷ്ണ അവതാരം, മഥുരാ പ്രവേശം. ഐശ്വര്യപൂർവ്വവും സമ്പൽ സമൃദ്ധവുമായ മഥുര നഗരം വിസ്തരിച്ചു കാണുവാൻ നന്ദഗോപാൽ തീരുമാനിച്ചു. അവർ ചെങ്ങാതിമാരോടൊത്ത് യാത്ര തുടങ്ങി. മംഗളമൂർത്തികളായ രാമകൃഷ്ണന്മാർ മധുരയിൽ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ സ്ത്രീകൾ ആകെ പരിഭ്രാന്തരായി. കണ്ണനെ കാണാൻ അവർ പാതകളിലും മാളികമുകളിലും തടിച്ചുകൂടി. ചിലർ പല്ലു തേക്കാതെയും കുളിക്കാതെയും വസ്ത്രം മാറാതെ കണ്ണനെ കാണാൻ ഓടിയെത്തി. രാമകൃഷ്ണന്മാരെ ദർശിച്ചപ്പോൾ അവരുടെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ചു. ചിലർ ഭാവനയിൽ കൃഷ്ണനെ കെട്ടിപ്പിടിച്ച് ആനന്ദസാഗരത്തിൽ ആറാടി. അവർ രാമകൃഷ്ണന്മാരുടെ ശിരസിൽ പുഷ്പാഭിഷേകം നടത്തി. എല്ലാവരെയും നോക്കി ചിരി തൂകി സന്തോഷത്തോടെ കണ്ണൻ രാമനുമൊത്ത് നടന്നു. സന്തുഷ്ടരായ ബ്രാഹ്മണൻ അവർക്ക് പൂമാലകൾ സമ്മാനിച്ചു. രാമകൃഷ്ണന്മാർ നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുമ്പോൾ വസ്ത്രഭാണ്ഡവുമായി ഒരലക്കുകാരൻ എതിരെ വരുന്നത് കണ്ടു. അഹങ്കാരിയായിരുന്നു അയാൾ. തങ്ങൾക്ക് വസ്ത്രങ്ങൾ തരാമോ എന്ന് കണ്ണൻ സാദരം ചോദിച്ചു. കാട്ടിൽ കാലികളെ മേച്ചു നടക്കുന്ന നിങ്ങൾക്ക് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കാനുള്ള യോഗ്യതയില്ല. ഇത് രാജാക്കന്മാർക്കുള്ളതാണ്. ഏതോ കാട്ടിൽ നിന്നും അലഞ്ഞു തിരിഞ്ഞെത്തിയ നിങ്ങൾക്ക് രാജാവിൻ്റെ വസ്ത്രം വേണോ? രാജാവിനോട് പറഞ്ഞ് നിങ്ങളേക്ക് കൊല്ലുകയാണ് വേണ്ടത്. അഹങ്കാരവും പുച്ഛവും നിറഞ്ഞ ഇയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ കൃഷ്ണന് തോന്നി, ഇയാളെ കൊണ്ട് ഇനി കൂടുതൽ വർത്തമാനം പറയിപ്പിക്കേണ്ടതെന്ന്. അയാളുടെ തലയിൽ തന്നെ ഒരടി വെച്ചു കൊടുത്തു ഭഗവാൻ. അപ്പോൾ തന്നെ അയാളുടെ കഥ കഴിഞ്ഞു. അയാളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഭയപ്പെട്ടു ഓടിപ്പോയി. ഭാണ്ഡത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങളിൽ നീലാംബരം ബലരാമനും പീതാംബരം കൃഷ്ണനും എടുത്തു. ബാക്കിയുള്ളവ ഗോപന്മാർക്കും കൊടുത്തു. അവയൊക്കെ അവിടെ അടുത്തുള്ള തയ്യൽക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് പാകമായ അളവിൽ തുന്നി വാങ്ങിച്ചു. തയ്യൽക്കാരൻ്റെ വകയെ ഒരു ഇത്തിരിയും ഭഗവാന് സമർപ്പിച്ചു. എന്നിട്ട് അയാൾ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ അയാളെ അനുഗ്രഹിച്ചു. ഒരു പൂക്കാരൻ തൻ്റെ കൺമുന്നിൽ ഭഗവാനെ കണ്ടപ്പോൾ ഒരു മാല കഴുത്തിലണിയിച്ച് ഭഗവാന്റെ അനുഗ്രഹം നേടി. അവർ അങ്ങനെ നടന്നു പോകുമ്പോൾ പുറത്ത് 3 കൂനുള്ള ഒരു സ്ത്രീയെ കണ്ടു. അവർ കംസനെ അണിയാനുള്ള അംഗരാഗം കൊണ്ടുപോവുകയാണ്. അവൾ അടുത്തെത്തിയപ്പോൾ ഭഗവാൻ ചോദിച്ചു, ഏയ് സുന്ദരി, കുറച്ച് ചന്ദനം തരുമോ? അവൾ അത്ഭുതപ്പെട്ടു. ഇന്നുവരെ തന്നെ ആരും സുന്ദരി എന്ന് വിളിച്ചിട്ടില്ല. അവൾ ഭഗവാന്റെ മുഖം കണ്ടില്ല. അവൾ പറഞ്ഞു, ഹേ സുന്ദര, നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് ഞാൻ ചന്ദനം കൊടുക്കുക? അവൾ ചന്ദനമെടുത്ത് ഭഗവാന്റെ മുഖത്തെല്ലാം പുരട്ടാൻ തുടങ്ങി. ഭഗവാന് തോന്നി അവളുടെ മനസ്സ് നല്ലതാണെന്ന്. ശരീരത്തിന് മാത്രമേ കൂനുള്ളൂ. ഭഗവാൻ തൻ്റെ പാദം കൊണ്ട് അവളുടെ പെരുവിരൽ ചവിട്ടി പിടിച്ച് താടിയിൽ പിടിച്ച് അവളുടെ കൂന് നിവർത്തി കൊടുത്തു. അവൾ നോക്കിയപ്പോൾ തൻ്റെ കൂനൊക്കെ പോയി നിവർന്നു നിൽക്കുന്നു. കൂനിയായ അവൾ ശരിക്കും സുന്ദരിയായി. അപ്പോൾ ഭഗവാനോട് പറഞ്ഞു, ഇന്ന് എൻ്റെ വീട്ടിൽ താമസിക്കണം. ഇന്നെന്തായാലും പറ്റില്ല, ഞാൻ വേറൊരു ദിവസം വരാമെന്ന് കൃഷ്ണൻ അവരോട് പറഞ്ഞ് നടന്നു നീങ്ങി. ആളുകൾ ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. അസൂയ, വിദ്വേഷം ഇതെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ പ്രേമത്തോടുകൂടി സ്മരിച്ച് ഭഗവാൻ നമ്മളെയും ഉയർത്തും. ശാപപൂജ നടക്കുന്ന സ്ഥലത്തേക്കാണ് അവർ പിന്നീട് പോയത്. അമ്പു വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നേരെ വില്ലെടുത്ത് ശിവനെ സ്മരിച്ചുകൊണ്ട് ഒറ്റ വലി. വില്ലൊടിഞ്ഞ ശബ്ദം കേട്ട് കംസൻ ഭയപ്പെട്ട് ചാടി എഴുന്നേറ്റു. ഇതൊക്കെ കഴിഞ്ഞ് രാമകൃഷ്ണന്മാർ തിരിച്ചെത്തിയപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇത്ര നല്ല വസ്ത്രങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടിയത്? ഇതെല്ലാം അമ്മാവൻ കൊടുത്തയച്ചതാണെന്ന് കൃഷ്ണൻ മറുപടിയും പറഞ്ഞു. അടുത്ത ദിവസം കണ്ണൻ കംസന്റെ കൊട്ടാരത്തിലെത്തി. മല്ലയുദ്ധത്തിനു മുമ്പ് കുവലയാപീഠം എന്ന ആന നിൽക്കുന്ന സ്ഥലത്തെത്തി. ജരാസന്ധൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചപ്പോൾ കിട്ടിയ സമ്മാനമാണ് ഈ ആന. 100 ആനകളുടെ ശക്തിയുണ്ട് അതിന്. എപ്പോഴും ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ഈ ആന. രാമകൃഷ്ണന്മാരെ കൊല്ലുന്നതിനായി വഴിയിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ് അതിന്. ആനയെ വഴിയിൽ നിന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ അതിന് പകരം അതിൻ്റെ മുതുകിൽ ഒരു കുത്തു കൊടുക്കുകയാണ് പാപ്പാൻ ചെയ്തത്. പ്രകോപിതനായ ഭഗവാൻ ഒരടി കൊടുത്തപ്പോൾ പാപ്പാൻ താഴെ വീണു. പിന്നെ ഭഗവാനും ആനയും തമ്മിലായി യുദ്ധം. അവസാനം ആന തളർന്നു. ഭഗവാൻ അവൻ്റെ 2 കൊമ്പും ഊരിയെടുത്ത് മസ്തിഷ്കത്തിൽ ഒരടിയും കൊടുത്ത് പിടിച്ചൊരു തള്ളും കൊടുത്തു. അതോടെ ആനയുടെ പണി തീർന്നു. ആനക്കൊമ്പും കയ്യിലേന്തി പീതാംബരധാരിയായി അംഗവസ്ത്രം കെട്ടി ഭഗവാൻ നടന്നു വരുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നിയത് എന്താണെന്നോ?